ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. ദേവനും യശോദയും കൂടെ കണിമംഗലത്തോട്ട് പോകാൻ തന്നെ രാവിലെ തയ്യാറാകുവാണ്. ആരോടും പറയാതെ തന്നെയാണ് അവർ പോകാൻ റെഡിയാകുന്നത് തന്നെ. എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ട് യശോദ കിച്ചണിൽ വന്ന് നോക്കുവാണ്. സുകുമാരി അമ്മ എന്തോ അമ്മിക്കല്ലയിൽ വെച്ചിങ്ങനെ അരച്ചോണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് യശോദ ചോദിക്കുന്നു, അമ്മ ഇത് എന്തുവാ കാണിക്കുന്നത്, എന്തുവാ ചെയ്യുന്നത്? അതേ, ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ അരയ്ക്കുമായിരുന്നു. അമ്മ എന്തിനാ ഇപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ അരയ്ക്കുന്നത്? എൻ്റെ പ്രിയങ്കമ്മക്ക് കൊടുക്കാൻ. അവിടെ മുഖത്ത് ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ചിലപ്പോൾ വരുന്നുണ്ട്. അമ്മേ, ഞാൻ അരച്ച് തരട്ടെ എന്ന് യശോദ ചോദിച്ചിട്ട്, വേണ്ട വേണ്ട, ഞാൻ തന്നെ അരയ്ക്കണം, ഞാൻ അരച്ചാലത് ശരിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ യശോദ അങ്ങ് പോവുകയാണ്. സുകുമാരി അമ്മ അപ്പോൾ പറയുന്നു, മോളെ വിളിച്ചിട്ട് അഡ്രസ്സ് വാങ്ങിക്കണം, എന്നിട്ടിത് പാർസലായിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. പ്രിയങ്കയോർത്ത് കരയുവാണ് രാധിക. പ്രിയങ്കയുടെ ഫോട്ടോയിൽ നോക്കി പലതും മനസ്സിലിങ്ങനെ ഓർത്ത് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാണ് രാധിക. ആ സമയത്ത് നമ്മുടെ യശോദ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നാലും ഇത്ര എളുപ്പം ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞ് നീ പോയല്ലോ മോളെ എന്നും പറഞ്ഞിങ്ങനെ കരയുവാണ് രാധിക ഫോട്ടോ നോക്കി. യശോദ അങ്ങോട്ട് വരുന്നത് കണ്ടുകൊണ്ട് രാധിക പെട്ടെന്ന് ആ ഫോട്ടോ പുറകിലോട്ട് ഇങ്ങനെ മറച്ചു വെക്കുവാണ്. എന്താ മോളെ, എൻ്റെ മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തുവാ നിൻ്റെ കയ്യിലിരിക്കുന്നത്? പുറകിലോട്ട് മറച്ചു വെച്ചത് എന്തുവാ? ഇങ്ങോട്ട് കാണിച്ച്. ഒന്നുമില്ലെന്നൊക്കെ ഇങ്ങനെ രാധിക കണ്ണ് തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെയല്ല, നീ എന്തോ പുറകിലോട്ട് മറച്ചു വെച്ചല്ലോ, അമ്മയെ കാണിക്ക് എന്നും പറഞ്ഞ് യശോദ ആ ഫോട്ടോ പിടിച്ച് വാങ്ങിച്ച് നോക്കുന്നുണ്ട്. ആഹാ, ഇത് പ്രിയങ്കയുടെ ഫോട്ടോയാണല്ലോ. എന്തിനാ മോള് പ്രിയങ്കയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ലമ്മേ, വെറുതെ ഇങ്ങനെ അവിടെ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നതാ. യശോദയ്ക്ക് എന്തോ ഒരു സംശയം. ഇല്ല, നീ എന്തോ കള്ളം പറയുന്നുണ്ട്, എന്തോ നീ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. നീ കള്ളം പറഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ മനസ്സിലാവും. അതെന്താണെന്ന് നിനക്കറിയാവോ? കുഞ്ഞിനാൾ മുതലും ഞാൻ നിൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. വരുണിൻ്റെ കാര്യം ഓർത്തിട്ടാണോ മോള് വിഷമിക്കുന്നത്? അല്ലാതെ പ്രിയങ്കയുടെ കാര്യമൊന്നും ഓർത്തിട്ടല്ലല്ലോ. എന്നാൽ ശരി, പിന്നെ ഒരു കാര്യം, മുത്തശ്ശി അവിടെ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞളോ എന്തോ അരയ്ക്കുവാണെന്ന് തോന്നുന്നു. മോൾ അങ്ങോട്ട് ചെല്ലുകയോ സഹായിക്കുകയോ ഒന്നും ചെയ്യരുത്. മുത്തശ്ശിക്ക് അതൊന്നും ഇഷ്ടമാകത്തില്ല. അല്ലമ്മേ, മുത്തശ്ശിക്ക് സുഖമില്ലാതിരിക്കുന്നതല്ലേ, അപ്പം ഞാൻ സഹായിക്കണ്ടേ? വേണ്ടേ വേണ്ട, മുത്തശ്ശിക്ക് അത് ഇഷ്ടമല്ല മോൾ അങ്ങോട്ട് ചെല്ലുന്നത്. നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് പിന്നെ പോകണ്ട. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പിന്നെ അത് മതി അവർക്ക്. എന്നിട്ട് യശോദ ആ ഫോട്ടോ തിരിച്ച് രാധികയുടെ കൈ കൊടുത്തിട്ട് യശോദ അങ്ങ് പോവാണ്. വീണ്ടും രാധിക ആ ഫോട്ടോ നോക്കി എന്നെ വിങ്ങി കരയുവാണ്. ഈശ്വര, എനിക്കിത് എൻ്റെ അമ്മയോടെങ്കിലും ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു അല്പമെങ്കിലും ആശ്വാസം കിട്ടിയാൽ. അതിനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതായല്ലോ എന്നും പറഞ്ഞ് രാധിക ആ ഫോട്ടോ നോക്കി ഇങ്ങനെ കരയുവാണ്. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. പ്രിയങ്കയുടെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന്, അതിനെക്കുറിച്ച് കംപ്ലൈൻ്റായിട്ട് അവരുടെ ബന്ധുക്കൾക്കാർക്കുമില്ല. പക്ഷേ വെളിയിൽ നിന്ന് ആരോ ഇതൊക്കെ പറയുന്നുണ്ട്. ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു എന്നൊക്കെ CI അവിടെ പറയുന്നുണ്ട്. കുറച്ചധികം പിടിപാടൊക്കെ ഉള്ള ഒരാളാണ് എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അയാൾ പറഞ്ഞിരിക്കുന്നത് പ്രിയങ്കയുടെ കൊലക്കേസ് നമ്മൾ ഉഴപ്പുന്നു എന്നാണ്. വേറെ നടപടികൾ എടുക്കുമെന്നും വേറെ ആൾക്കാരെ കൊണ്ട് അന്വേഷിപ്പിക്കും, PM-ൻ്റെ ഓഫീസിൽ വരെ പോകുമെന്നും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോൺസ്റ്റബിളിനോടാണ് ഇതൊക്കെ പറയുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഇതൊന്നും വന്നിട്ടില്ലല്ലോ. ഇനി അഥവാ അങ്ങനെ ഒരു ദുരൂഹത ഉണ്ടെങ്കിൽ അത് മറനീക്കി പുറത്ത് കൊണ്ടുവരണം. കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിച്ച് വെളിച്ചത്തിൽ അവരെ കൊണ്ടുവരികയും വേണം. നമുക്കിപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീടായ കണിമംഗലത്തോട്ടൊന്ന് പോകണം. അവിടുത്തെ ചന്ദ്രശേഖർ അത്യാവശ്യം കുറച്ച് പിടിപാടൊക്കെയുള്ള ആളാണ്. കോൺസ്റ്റബിൾ പറയുന്നു, എന്നാൽ നമുക്ക് അയാളെ മാറ്റി നിർത്തിയാലോ? ഏയ്, അത് പാടില്ല. ഒരാളെ അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല. ചോദ്യം ചെയ്യുമ്പോൾ എല്ലാവരെയും ചോദ്യം ചെയ്തിരിക്കണം. ഈ മരണത്തിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടിയിരിക്കണം എന്നൊക്കെ CI പറയുന്നുണ്ട്. കോൺസ്റ്റബിൾ പറയുന്നത്, സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സാറിനെ വിളിച്ച് സംസാരിച്ചത് ഏതോ വലിയ പിടിപാടുള്ള ആൾ തന്നെയാണെന്ന്. എന്ത് ചെയ്യാനാ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും കൂടിയ സ്ഥലത്തു നിന്നാണ് വിളിയൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസ് നമുക്ക് തെളിയിച്ച് തന്നെ കൊടുക്കണം എന്നൊക്കെ CI പറയുന്നുണ്ട്. അങ്ങനെ CIയും കോൺസ്റ്റബിളും കൂടെ കണിമംഗലത്തിലോട്ട് പോവുകയാണ്. ദേവനും യശോദയ്ക്കും കണിമംഗലത്തിലോട്ട് പോകാനായിട്ട് ആറ്റുഭാഷയിലോട്ടൊരു വണ്ടി വന്നിട്ടുണ്ട്. ദേവൻ യശോദയോട് പറയുന്നുണ്ട്, ഇപ്പോൾ രാധിക മോളോട് ഒന്നും പറയരുത്. അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രം രാധിക മോൾ ഇതൊക്കെ അറിഞ്ഞാൽ മതി. അതറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മോളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം എനിക്ക് കാണണം. താൻ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ ഒരൊറ്റ കാര്യം കൂടെ ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു കുഴപ്പവുമില്ല. ഇതൊരു നേർച്ച പോലെ കണ്ടാൽ മതി. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അല്ലാതെ എന്താ പറയുന്നേ എന്നും പറഞ്ഞ് ദേവനാരായണൻ യശോദയും കൂടെ കണിമംഗലത്തോട്ട് പോവുകയാണ്. രാധിക വീണ്ടും ആ മറച്ചു വെച്ചിരിക്കുന്ന ബാഗ് എടുത്ത് അതിന് ആ ചിതാഭസ്മം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്.
പ്രിയങ്കയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയതും ആ കർമ്മങ്ങൾ നടത്തിയതും ആ തിരുമേനി പറഞ്ഞ കാര്യങ്ങളും ഓരോന്നും ഓർത്തിങ്ങനെ രാധിക കരയുവാണ്. പ്രിയമോളെ, നിന്റെ കാര്യം ആരെയും അറിയിക്കാതെ നിന്നെ യാത്ര അയക്കാനാണല്ലോ എൻ്റെ വിധി. എൻ്റെ മോടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഈ ചേച്ചി ചെയ്യും മോളെ. എത്ര നാൾ ഇതൊക്കെ എനിക്ക് മറച്ചു വെക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല മോളെ. അതിനു മുമ്പ് ഞാൻ ചങ്ക് പൊട്ടി മരിക്കുമോയെന്ന് പോലും എനിക്കറിയില്ല. എല്ലാവരും ഇതൊക്കെ അറിയുന്ന നിമിഷം ഈ ചിതാഭസ്മം ഞാൻ ഏതെങ്കിലും ഒരു പുണ്യ നദിയിൽ കൊണ്ട് ഒഴുക്കും മോളെ. അങ്ങനെ എൻ്റെ മോടെ ആത്മാവിന് സുഹൃതം മോക്ഷവും കിട്ടി, നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രാധിക കരയുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയുടെ ചിതാഭസ്മം അവളുടെ ആ ബെഡിൽ വെച്ചിട്ട് രാധിക പൂജാമുറിയിൽ പോയി നിൽക്കുവാണ്. അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ പൂജാ റൂമിൽ നിന്ന് എടുത്തുകൊണ്ടാണ് രാധിക വരുന്നത്. ആ സമയത്ത് മുത്തശ്ശി സുകുമാരിയമ്മ ഇങ്ങനെ രാധികയെ തന്നെ നോക്കുന്നുണ്ട്. ഏതോ ഒരു സാധനം എടുത്തുകൊണ്ടാണല്ലോ രാധിക പോകുന്നത് എന്നിങ്ങനെ സുകുമാരിയമ്മ ഉറ്റു നോക്കുന്നുണ്ട്. ചിതാഭസ്മം എടുത്തിങ്ങനെ മാറോടെ ചേർത്ത് പിടിക്കുന്നതും എല്ലാം ഇങ്ങനെ സുകുമാരിയമ്മയോടെ ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. എന്താ അവൾ ആ കുടത്തിൽ വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് അറിയുന്നില്ലല്ലോ, ഇതൊക്കെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള ഭാവത്തിൽ സുകുമാരിയമ്മയോടെ മറഞ്ഞു നിൽക്കുവാണ്. എന്നാൽ സുകുമാരിയമ്മയോടെ മറഞ്ഞു നിൽക്കുന്നത് ഒന്നും നമ്മുടെ രാധിക അറിയുന്നില്ല. രാധിക ആ ചിതാഭസ്മം എടുത്തുകൊണ്ട് പറമ്പിലോട്ട് വന്നിരിക്കുവാണ്. പ്രിയങ്കയുടെ ആ ചിതാഭസ്മം ആ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചു വെക്കാനുള്ള പരിപാടിയാണ് രാധികയ്ക്ക്. അതിന് പറ്റിയൊരു സ്ഥലമെല്ലാം അവളിങ്ങനെ നോക്കുന്നുണ്ട്. അവസാനം അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ട് വന്ന് രാധിക അവിടെ ഒരു കുഴി ഒഴിക്കുവാണ്. ആ കമ്പ് കൊണ്ട് അങ്ങനെ കുഴിയെടുക്കുമ്പോഴേ രാധികയുടെ ഹൃദയം വിങ്ങി പൊട്ടുവാണ്. അവൾ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ആ കുഴി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ സങ്കടമെല്ലാം ഉള്ളിൽ ഒതുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചിതാഭസ്മം ഇറങ്ങിയിരിക്കുന്ന ആ കുടം ആ കുഴിക്കകത്തോട്ട് എടുത്ത് വെക്കുവാണ്. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ഈ അപരാധമാണ്, എൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കണം എന്നും പറഞ്ഞ് ആ ചിതാഭസ്മത്തിൻ്റെ പുറത്ത് മണ്ണിട്ട് അതങ്ങോട്ട് മൂടിയിട്ട് അതിൻ്റെ പുറത്തൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്കയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് പുഷ്പങ്ങളൊക്കെ എടുത്ത് ആ ചിതാഭസ്മം കുഴിച്ചിട്ടെടുത്തൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, രാധിക സുകുമാരിയമ്മ ഇതൊക്കെ കണ്ടതുമല്ലോ മനസ്സിലായോ? സുകുമാരിയമ്മ രാധിക കുഴിച്ചിട്ട് ആ ചിതാഭസ്മം പുറത്തെടുക്കുവോ? സുകുമാരിയമ്മ ഇനി എന്തൊക്കെ ബഹളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? അത് പ്രിയങ്കയുടേതാണെന്ന് അവസാനം രാധികയ്ക്ക് പറയേണ്ടി വരുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.